ഗൈസ് ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫുൾ ഒരു ട്രാപ്പ് മാർക്കറ്റ് ആയിരുന്നു. ഓക്കെ, മാർക്കറ്റ് ഇപ്പോ മേലോട്ട് പോകും എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് തിരിഞ്ഞ് താഴോട്ട് വന്നു. ഓക്കെ, എന്റെ ഇന്ന് എസ് എൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നാളെ, അതായത് ഫ്രൈഡേ എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഡിസംബർ 27 മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് നമ്മുടെ ഡേ ടൈം ഫ്രെയിം ആണ്. ഡേ ടൈം ക്യാൻഡിൽ നിങ്ങൾ കാണാൻ പറ്റും, ഓൾമോസ്റ്റ് ഒരു ഡോജി ക്യാൻഡിൽ ആണ് വന്നിട്ടുള്ളത്. അതായത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഇത്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഡിസിഷൻ ക്യാൻഡിൽ. പക്ഷെ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അതായത് 23,650 ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ടാണ് ഇവിടെ, അതായത് 23,500 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഇതെന്തായാലും നല്ല രീതിയിൽ തന്നെ അവിടെ നിൽക്കും. കാരണം മാർക്കറ്റ് ഇവിടെ തിരിഞ്ഞ് കയറി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം മാർക്കറ്റ് ഓൾറെഡി ഒരു എക്സ്ട്രീം ബിയറിഷിലോട്ട് വന്നു കഴിഞ്ഞു. ഓക്കെ, ഓൾറെഡി ഒരു നല്ലൊരു ഡൗൺ ആയി കഴിഞ്ഞു. ഇനി മാർക്കറ്റ് ഇവിടുന്ന് കുറച്ച് ഹോൾഡ് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് തിരിച്ച് കയറി പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. നമുക്ക് നേരെ 1 hour ടൈം ഫ്രെയിമിലൂടെ നമുക്ക് നോക്കാം. 1 hour ടൈം ഫ്രെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഒരു പ്രൈസ് ആക്ഷൻ, അതായത് ഒരു പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൈസ് ഇവിടുന്ന് മേലോട്ടാണ് കയറി പോകുന്നത്. ഓക്കെ, ഇവിടുന്ന് ഒരു ലോ ഉണ്ടാക്കി, പിന്നെ ഈ ഒരു ലോ, ഇവിടെ ഒരു ലോ, അതായത് പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ജസ്റ്റ് നടന്നത് ഒരു മാനിപ്പുലേഷൻ ആണ്. ഇത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, അതൊന്നും ബിഗ് മണി ചെയ്യും. ഈ ഒരു മാനിപ്പുലേഷനിലാണ് ഒരുപാട് ആൾക്കാർ എസ് എൽ പോകുന്നത് കാണാൻ പറ്റും. ജസ്റ്റ് 1 hour ഇവിടം വരെ ഇറങ്ങി, ഇവിടം വരെ തിരിച്ചു ഓൾമോസ്റ്റ് 100 or 150 or 200 പോയിന്റ് ഡൗൺ മൂവ് ആണ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതാണ് ശരിക്കും മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് എപ്പോഴൊന്നും സംഭവിക്കാറില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എസ് എൽ വെക്കാൻ ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു മാസം ഉണ്ടാക്കിയ പ്രോഫിറ്റ് മൊത്തം ഒരു ദിവസം പോകാൻ ഈ ഒരു ക്യാൻഡിൽ മതി. ഓക്കെ, അപ്പൊ ഇനി മാർക്കറ്റ് 1 hour ടൈം ഫ്രെയിം നമുക്ക് പറയണം പ്രൈസ് ആക്ഷൻ ആണ് മാർക്കറ്റ് മേലോട്ടാണ്, അതായത് ഒരു അപ്പ് മൂവ് ആണ് തരാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1 hour നമുക്ക് ഈ ഒരു EMA ഉള്ളിലാണ്, ഇൻസൈഡ് ആണ് ക്ലോസ് വന്നിട്ടുള്ളത്. ഓക്കെ, 1 hour പ്രൈസ് ബുള്ളിഷ് ആണ്. ഇനി നമുക്ക് നേരെ 15 minute പോകും. 1 hour നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും, വരച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ 15 minute പോകാം. 15 minute ഒരു ബുള്ളിഷ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഇവിടെ കാണാൻ പറ്റും. 23,850 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. കാരണം മാർക്കറ്റിന് ഇവിടുന്ന് ഒരു അപ്പ് മൂവ് തരണമെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യണം. ഇതിന്റെ മേലോട്ടാണ് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് വരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. ഇന്ന് ഞാൻ 2 ട്രേഡ് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിലൊരു ട്രേഡ് SL അടിക്കുകയാണ് ചെയ്ത്, നല്ലൊരു ട്രാപ്പ് തന്നെയായിരുന്നു. എനിക്ക് കാണാൻ പറ്റും ഈ ട്രേഡ് എടുത്ത് എനിക്കിവിടെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇവിടുന്നാണ് ട്രേഡ് എടുത്തത്. ഓക്കെ, കാരണം ഇവിടുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് വന്നിട്ടാണ് മാർക്കറ്റ് കയറി പോയത്. മാർക്കറ്റ് കയറി, അതായത് ഒരു അപ്പ് മൂവ് തന്നാൽ ഈ ഒരു ലെവൽ വരെയാണ് ഞാൻ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ മാർക്കറ്റ് ഇവിടുന്ന് ഡൗൺ ആവുകയാണ് ചെയ്തത്. ഓക്കെ, ഇവിടെ കയറി ഇവിടുന്ന് ഡൗൺ ആയി. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ട്രേഡ് എടുത്തു. നമ്മൾ നെക്സ്റ്റ് ഡൗൺ സൈഡിലോട്ട് ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതെല്ലാം എന്റെ സ്റ്റാർട്ടിൽ വന്നിട്ടാണ് ട്രേഡ് എടുത്തത്, അല്ലാണ്ട് വെറുതെ ബ്ലാങ്ക് ആയിട്ടല്ല ട്രേഡ് എടുത്തത്. അപ്പം ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തു. ഇവിടുന്ന് ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും വെറുതെ, അതായത് മാർക്കറ്റ് ഇങ്ങനെ ഒരു സൈഡ് വേസ് എന്ന പോലെ പോയിട്ട് ഇവിടുന്ന് ഒരു നല്ലൊരു ഡൗൺ പോകും. ശരിക്കും പറഞ്ഞാൽ ഇതെനിക്ക് മിസ്സായി. ഓക്കെ, ഫസ്റ്റ് ട്രേഡ് ഇവിടെ എടുത്തപ്പോൾ SL അടിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ ചെറിയ റിസ്ക് ആണ് എടുത്തത്. ഓക്കെ, ഒരു 20 point SL ഇട്ടാണ് ഞാൻ ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ബിഗ് മൂവ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓപ്പറേറ്ററിന്റെ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കിട്ടിയാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ ഞാൻ മാർക്കറ്റിന് എക്സിറ്റ് ആയതുകൊണ്ട് ഈ ഒരു മൂവ് ഡൗൺ മൂവ് എനിക്ക് കിട്ടില്ല. ആക്ച്വലി ഈ ഒരു ഡൗൺ മൂവ് ഇവിടുന്നാണ് വരേണ്ടത്. പക്ഷെ ഇത് കുറച്ച് നമ്മളെ കൺഫ്യൂഷൻ ആയിക്കൊണ്ട് മേലോട്ട് മാർക്കറ്റ് പോയി ഇവിടെ ഡൗൺ ആയി. നമുക്ക് കാണാൻ പറ്റും ഡൗൺ ആയ ആ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ മാർക്കറ്റ് തിരിച്ചു കയറി മേലെ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ശരിക്കും മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ലൈൻ, ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്കറ്റ് കിട്ടുവാണെങ്കിൽ ഈസി ആയിട്ട് ബൈ ചെയ്യാവുന്നതാണ്. കാരണം ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങളുടെ ചാർട്ടിൽ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. ഈ ഒരു സോൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് 23,850 ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു നല്ലൊരു സ്ട്രോങ്
സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ OA ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 23,750 ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പം അതിന്റെ മേലെയാണ് മാർക്കറ്റ് ഉള്ളത്. അതിന്റെ മേലെ ശരിക്കും മാർക്കറ്റ് 15 മിനിറ്റ് ഒരു ക്ലോസിംഗ് ആണ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കോൾ സൈഡിലോട്ട് എൻട്രി നോക്കാനാണ്. കാരണം ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് പറയുന്നത് 23,750 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഇപ്പൊ മാർക്കറ്റിന്റെ താഴെയുള്ള ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഇതിന്റെ മേലെ ക്ലോസ് ചെയ്യുമ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു ഇതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നേരെ ഒരു 5 മിനിറ്റ് ചാർട്ട് കിട്ടും. അതിനുവേണ്ടി നമുക്ക് ഇന്നത്തെ PCR റേഷ്യോ നമുക്ക് നോക്കാം. PCR റേഷ്യോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്ഷൻ ചെയ്യല്. നമ്മുടെ PCR റേഷ്യോ ഇന്നത്തെ PCR 0.81 ആണ് PCR റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് നിഫ്റ്റിന്റെ എക്സ്പീരി ആണ്. നിഫ്റ്റിന്റെ എക്സ്പീരി ഡേയിൽ ആയിരിക്കും നിങ്ങളോട് പറയുന്നത് ഒരിക്കലും 12 മണി കഴിഞ്ഞ് ട്രേഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. 12 o'clock കഴിഞ്ഞാൽ തന്നെ ട്രേഡ് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, കാരണം ടിപ്പിറ്റിയാണ് പ്രീമിയം DK. കുറച്ച് മാർക്കറ്റ് എവിടെയെങ്കിലും സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ പ്രീമിയം DK ആയിട്ട് നമ്മളെ പെട്ടെന്ന് തന്നെ വലിയ ഹ്യൂജ് ലൂസിലിട്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ അതുകൊണ്ട് 12 o'clock മാക്സിമം 12:30 വരെയാണ് ഞാൻ ട്രേഡ് ഹോൾഡ് ചെയ്യാറ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ട്രേഡ് ഹോൾഡ് ചെയ്യാറില്ല. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ ഇന്ന് 2 ട്രേഡ് എന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു മൂവ്, അതായത് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ട്രേഡ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ വരെ ടാർഗറ്റ് വെച്ചത്. അപ്പൊ ഇവിടെ ട്രേഡ് എടുത്തവരാണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് ട്രേഡ് ആണ്. ഇപ്പം ഒരു 20 പോയിന്റ് ഒക്കെ 15 പോയിന്റ് SL വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ, കാരണം ഈ ഒരു മൂവ് എന്തായാലും ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു അതിന്റെ അപ്ഡേറ്റ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കാരണം ഈ ഒരു ഡൗൺ മൂവ് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഈ ഒരു പക്ഷെ കുറച്ച് ഇവിടെ കൺഫ്യൂഷൻ ആക്കി കാണാൻ പറ്റും. മാർക്കറ്റ് അപ്പ് സൈഡിലോടാണ് പോകുന്നത് എന്ന് പറഞ്ഞു. പിന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആയി. ഓക്കെ, അപ്പം ഗ്രൂപ്പിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി ജോയിൻ ചെയ്യാവുന്നത് ആണ്. ഓക്കെ, ഇത് നമുക്ക് നേരെ ഇപ്പം കണ്ടുപിടിക്കുന്നത് 5 മിനിറ്റ് ചാർട്ടാണ്. ഓക്കെ, 5 മിനിറ്റ് ചാർട്ടിൽ എന്തെങ്കിലും നമുക്കൊരു ചാർട്ട് മാറ്റം വരുന്നുണ്ട്. കാരണം പ്രൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്രൈസ് മൂവ് ആവുന്നത്. ഓക്കെ, അതായത് ഈ ഒരു സോണിലൂടെയാണ് പ്രൈസ് മൂവ് ആവുന്നത്. പ്രൈസ് ഇനി എന്തായാലും പെട്ടെന്ന് അടിച്ച് കയറി പോകില്ല. ഇവിടുന്ന് ഇവിടം വരെ ഒരു മൂവ് വരും, വീണ്ടും ഡൗൺ ആവും, ഇവിടം വരെ വരും. അതായത് പ്രൈസ് ഒരു അപ്പ് മൂവ് ആണ് തരാൻ വേണ്ടി പോകുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ താഴെ ബ്രേക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെ മാർക്കറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ലെവൽ എത്തുമ്പോൾ സെല് ചെയ്യുന്നതാണ്, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയാണ്. എന്തെങ്കിലും ഇൻവേർട്ടഡ് ഹാമറോ ഒരു എക്സാമ്പിൾ പറയാൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇവിടുന്ന് അതായത് ഇവിടെ എത്തി നമുക്കൊരു ഇൻവേർട്ടഡ് ഹാമർ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ വന്നു, നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് കിട്ടി. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്ന് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്ന് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് കിട്ടി. ഇനി നെക്സ്റ്റ് ടൈം ഇപ്പൊ 3 വട്ടം നമുക്കിവിടെ റിവേഴ്സ് അടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 4ാമത്തെ വട്ടം ഇവിടെ വരുന്നത് ഈസി ആയിട്ട് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുന്ന് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ ടാർഗറ്റ് എടുത്തിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊരു ഗോൾഡൻ സൂൺ ആണ്. കാരണം ഇതങ്ങനെ ഇങ്ങനെ എപ്പോഴൊന്നും വരാറില്ല. അപ്പൊ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സെല് ചെയ്തോ, ഒന്നും നോക്കണ്ട, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ.